ഈ ഡോക്യുമെൻ്ററി ഫിലിമുകളിലെ ഒരു ചരിത്രം ഇന്ത്യയിൽ ഉണ്ട്. ഇപ്പം ആനന്ദ് പട്വർദ്ധൻ അടക്കമുള്ള പ്രമുഖരായ ഡോക്യുമെൻ്ററിസ്റ്റുകൾ ഇന്ത്യയുടെ പല ഇതിലും ചലച്ചിത്ര മേഖലകളിലുണ്ട്. അത് വ്യത്യസ്തമായ ജീവിത പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും അവതരിപ്പിക്കും. എങ്ങനെയാണ് ഈ ഡോക്യുമെൻ്ററി ചലച്ചിത്രത്തിലേക്ക് എത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ കാട് കയറുന്നൊരു മനുഷ്യനായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിരുന്നു എൻ്റെ ഇഷ്ടം. അതിനുശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാട് കയറിയതിന് ശേഷം ഞാൻ ഫോട്ടോഗ്രാഫിയിൽ മാക്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റി. മാക്രോ ഫോട്ടോഗ്രാഫി മീൻസ് ഈ ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങളും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പൂമ്പാറ്റേനെ ഇഷ്ടമല്ലേ. പൂമ്പാറ്റേനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ ജൈവലോകം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകൃതിയിലേക്ക് തുറക്കുന്ന ഒരു വാതിലായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ബേർഡിങ് എന്ന് പറയുന്നത്, ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണ്. അതിലേക്കൂടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിലേക്കൂടെ ഒരു പൂമ്പാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പൂമ്പാറ്റേനെ മുട്ടയിടുന്ന സസ്യത്തിലേക്ക് നമ്മൾ എത്തും. അതിന്റെ ജീവിതം. പിന്നെ എന്താ ചെയ്യുക? പിന്നെ അതിന് പിടിക്കുന്ന പ്രാണിയിലേക്ക് നമ്മൾ പോകും, കടവാതിലേക്ക് പോകും. പിന്നെന്ത് ചെയ്യും? കടവാതിൽ വിത്തുവരെ നടത്തുന്ന പേരമരത്തിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രകൃതിയുടെ ഒരു വലിയ ലോകം ഒരു ചെറു ജീവി എന്ന ഒരു വാതിലിൽ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഒരു നാട്ടിൽ കൂടുതൽ പൂമ്പാറ്റയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ നാട് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാണെന്നാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ പൂമ്പാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ സസ്യവൈവിധ്യം ഉണ്ടാവും. ഓരോ പൂമ്പാറ്റയും മുട്ടയിടല് ഓരോരോ ചെടികളിലായിരിക്കും. മിക്കവാറും ഔഷധ സസ്യങ്ങളുമായിരിക്കും, പലതരം ചെടികളിൽ. അപ്പൊ എന്താണ്? ജൈവ വൈവിധ്യമുള്ള പ്രദേശത്ത് കൂടുതൽ പൂമ്പാറ്റ ഉണ്ടാവും. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കീടനാശിനി മുക്ത ലോകമായിരിക്കും കൂടുതൽ പൂമ്പാറ്റയിൽ. കാരണം പുഴുവാണ് പൂമ്പാറ്റയാവുന്നത്. അങ്ങനെ കുട്ടികളെ പൂമ്പാറ്റയിലേക്കൂടെ പോയിട്ട് ഒരു വലിയ ലോകത്തിലേക്ക് തുറന്നു വിടുന്ന ഒരു കാഴ്ചയിലേക്ക് നയിക്കാനായിരുന്നു ഇപ്പൊ മുതൽ പൂമ്പാറ്റ പറക്കുന്നവരെയുള്ള ലോകം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പുഴു എന്താന്ന് ചെയ്യുക? പുഴു ഇലകൾ തിന്നിട്ട് ഇങ്ങനെ വളരും. ഇലത്തലപ്പോൾ ഇങ്ങനെ ഭക്ഷിച്ച് വളരും. പിന്നെന്ത് ചെയ്യും? പ്യൂപ്പിയാവും. പിന്നെ അത് പൂമ്പാറ്റയാവും. ഒരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇലയിൽ നിന്ന് പൂവിലേക്കുള്ള ദൂരാണ്. അത് നമ്മുടെ പുസ്തകത്തിന് ഇൻട്രോ ആണ്. അത് ഇലയിൽ നിന്ന് പൂവിലേക്കുള്ള ദൂരം, പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള ദൂരമാണ്. അത് കവിതയാ, വരികള് കവിതകളാ. അതുകൊണ്ട് എല്ലാം ആദ്യമായിട്ട് ഈ കാടുമായി ബന്ധപ്പെടാൻ കാരണം ഇപ്പൊ കാസർഗോഡ് ജില്ലക്കാരാണെന്നറിയാം. എങ്ങനെയാണ് കാടിനെ എങ്ങനെ പ്രേമിച്ചു തുടങ്ങിയത്? ഞാൻ പഠനകാലം മുതൽ ഈ കാടിന്റെ തുടർച്ചയല്ല ഇങ്ങനെയുള്ള ഡോക്യുമെന്ററികളിലെയും വരവ്. അല്ല, അതിലൊരു ബ്രേക്ക് ഉണ്ട്, ഞാൻ പറയാം. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ സീക്ക് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, സൊസൈറ്റി ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഇൻ കേരള. അതായത് സൗത്ത് ഇന്ത്യയിലത്തെ ആദ്യത്തെ എൻവയോൺമെന്റൽ സംഘമായിരുന്നു സീക്ക്. അതായത് സൊസൈറ്റി ഫോർ എന്താണ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, പരിസ്ഥിതി പഠന ഒരു സൊസൈറ്റിയാണ്. അവരെല്ലാ വർഷവും ഡിസംബർ മുതൽ എന്ത് ചെയ്യും? മാർച്ചിലും 2 ക്യാമ്പുകൾ ഉണ്ടാവും. 2 കാട്ടിലാണ്. ഞാൻ അതിന്റെ സ്ഥിരം ക്യാമ്പ് വാസിയായിരുന്നു. എത്ര വയസ്സുള്ളപ്പോ? കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു 18-19 വയസ്സ് മുതൽ, ആ കാലം മുതൽ തന്നെ. പിന്നെയാണ് കാട്ടിൽ നിന്ന് ഞാൻ ബട്ടർഫ്ലൈയിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പൂമ്പാറ്റയിലേക്ക് വരുന്നത്. പൂമ്പാറ്റയും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു? കാടല്ല, കാടിന്റെ ജൈവവിദ്യ നമുക്കറിയാം. പക്ഷെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടിനെ അറിയാത്തൊരു മനുഷ്യൻ കാട്ടിൽ പോയിട്ട് എന്താ കാര്യമുള്ളത്? ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്ത എൻ്റെ എല്ലാ വർക്കുകളും നാട്ടിലുള്ള പരിസ്ഥിതിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇടനാടൻ ചെങ്കൽക്കുന്നിന്റെ വർക്ക്, എൻ്റെ ഫസ്റ്റ് ഡോക്യുമെന്ററി. ഈ ചെങ്കൽക്കുന്നിലെ ഒരു മഴ മുതൽ അടുത്ത മഴ വരെ നടക്കുന്ന ജൈവ ലോകമാണ് അത് കാണിച്ചത്. അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിൽ നമ്മൾ അറിയില്ലെങ്കിൽ നമ്മളെ കാലിനടിയിൽ നിന്ന് നമ്മുടെ മണ്ണൊലിച്ചു പോകുന്നത് നമ്മൾ അറിയില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാടിനെ കുറിച്ച് അറിയുക,
വൈൽഡ് ലൈഫിനെ കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ നാം ജീവിക്കുന്ന ചുറ്റുപാടിനെ പ്രകൃതിയെ കുറിച്ച് നമ്മൾ ഇപ്പൊ അജ്ഞരാണ്. ഈ കാസർഗോഡും മാടായിപ്പാറയും മൂന്നാറും അടക്കം ഈ ഡോക്യുമെന്ററികളില് അല്ല, മൂന്നാർ വന്നപ്പോഴാണ് അത് ഞാൻ എൻ്റെ ക്യാമറ എന്ത് ചെയ്തു, ഈ ചുരം കയറിയ സമയത്താണ്, കാട്ടിലേക്ക് എത്തിയ സമയത്താണ് ഞാൻ മനുഷ്യന്റെ കാര്യം പറഞ്ഞത്. മൂന്നാറിൽ വന്ന സമയത്ത് അല്ല, ഞാൻ പറഞ്ഞ മൂന്നാർ അടക്കം ഈ 3 സ്ഥലങ്ങളും പ്രത്യേകമായി അടയാളപ്പെടുത്തിയ ഡോക്യുമെന്ററികളുണ്ട്. അതെ. മാടായിപ്പാറയുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ ഡോക്യുമെന്ററികളിലും പ്രതിപാദിക്കുന്ന ചെറിയ ജന്തുജാലങ്ങൾ മുതൽ ലതാദികൾ മുതൽ പിന്നെ മനുഷ്യന്റെ വരെ. ഇപ്പൊ മൂന്നാറിൽ വരുമ്പോഴാണ് മനുഷ്യന്റെ കഥകൾ മനുഷ്യന്റെ വരുന്നത്. കഥ മറ്റു രണ്ടിലും കൂടുതലും പ്രകൃതി പ്രകൃതി, ചെറിയ ജീവികള്, അട്ട, ചെറിയ കുഞ്ഞു ജീവികൾ വരെ അതിൽ വളരെ സൂക്ഷ്മമായിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ല. അത് എങ്ങനെ അങ്ങനെ ഒരു ചലച്ചിത്ര നോട്ടം, ഒരു ക്യാമറ നോട്ടം അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്ന്? അതായത് നമ്മൾ സ്റ്റിൽ ഫ്രെയിമും മൂവി ഫ്രെയിമും തമ്മിൽ രണ്ട് വ്യത്യാസം. സ്റ്റില്ലില് നമ്മൾ കൊടുക്കുന്ന സ്പേസിലായിരിക്കും ആ സ്റ്റിലിനെ വായിക്കുക. നമ്മളൊരു ഒരു ഷോട്ട് എടുത്തു, അതിന് വേറെ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പേസിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഷോട്ട് നമ്മൾ വായിക്കുക. പക്ഷെ മൂവി എന്ന് പറഞ്ഞാൽ അതിനുശേഷം കാണിക്കുന്നുണ്ട്, അതിനുശേഷവും കാണിക്കുന്നുണ്ട്, ഈ ഷോർട്സ് മൊത്തം കാണിക്കുന്നുണ്ട്. അപ്പൊ മൂവിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് വായിക്കണമെങ്കിൽ നമ്മളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ളിലേക്ക് നമ്മൾ പോയിട്ട് നിങ്ങൾ കാണാത്ത കാഴ്ചയിലേക്ക് അവരെ വായിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു മൂവി നിൽക്കൂ. അപ്പൊ നിങ്ങൾ സാധാരണ എന്ത്, നമ്മൾ മൂന്നാർ പോകുന്നുണ്ട്, മൂന്നാർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൂന്നാറിന് മഞ്ഞ് നമ്മൾക്കറിയാം, എൻ്റെ വീട്ടിലറിയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക്, ഇപ്പം എൻ്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ മൂന്നാറിൻ്റെ ഇങ്ങനെ എല്ലാവരും ജോലി ചെയ്യാണ്, മഞ്ഞാണ്, പക്ഷെ ഒരു പക്ഷി ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് കാഴ്ച. ഓപ്പണിംഗ് ഷോട്ട് അങ്ങനെ. അതായത് നമ്മൾ കാഴ്ചയെ സൂക്ഷ്മമായിട്ട് നോക്കണം. ശരിക്കും ക്യാമറയാണ് റിസർച്ച് ചെയ്യുക, വേറൊന്നല്ല. ഡോക്യുമെന്ററി ശരിക്കും പ്രകൃതി പഠന ക്യാമ്പുകൾ വഴി കിട്ടിയ ഒരു അനുഭവമായിരിക്കും അല്ലേ? അങ്ങനെ കൂടിയാണ്. അങ്ങനെ മാത്രമല്ല, നമ്മൾ ക്യാമറേന്റെ കണ്ണിനുള്ളിലേക്ക്, നമ്മൾ ക്യാമറ തന്നെ കണ്ണുകൊണ്ട് മാത്രമേ കാണൂ അല്ലേ? കണ്ണുകൊണ്ട് കാണും, നമ്മളിതിനെ ഫോക്കസ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഇതിനെ കുറച്ച് ഉള്ളിലോട്ട് കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ നമുക്ക് മറ്റൊരു സാധനം കാണിച്ചു തരും. ഇപ്പൊ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മറ്റ് ലോകത്ത് ഒത്തിരി ഡോക്യുമെന്ററികളുണ്ട്. പക്ഷെ ഇതുപോലെ ഞാൻ കണ്ട കുറെ ഡോക്യുമെന്ററികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ മനുഷ്യരുടെ കഥ പറയുന്ന, ഒരിക്കലും ജീവജാലങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റ് ജീവികൾ, അത് മനുഷ്യനെ അഴിച്ചുള്ള ജീവികളുടെ കഥ പറയുന്ന ഈ തങ്ങളുടെ ഈ ഡോക്യുമെന്ററി, 2 ഡോക്യുമെന്ററി പ്രത്യേകിച്ച്. മൂന്നാർ പിന്നെ അവരുടെ മനുഷ്യരുടെ കൂടി കൂടുതൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാമെന്ന് ഓർത്ത. ഈ മറ്റ് 2 ഡോക്യുമെന്ററികളിൽ കൂടുതലായി ഈ ചെറിയ ചെറിയ ജീവികൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, ചെറിയ ജീവികൾ മുതലുള്ള സസ്യങ്ങൾ തൊട്ട് ഉള്ള ആ ഇതിൻ്റെയും പിന്നെ ഈ ആദിവാസി ഫാമിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ, ട്രൈബൽ ഫാമിങ്ങിന്റെ ഒക്കെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അത് അവസാനിക്കുക. അങ്ങനെയാണ് അതങ്ങനെ അതിലേക്ക്. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം, നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതായത് നമ്മൾ വൈൽഡ് ലൈഫ് ഡോക്യുമെന്റ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. വൈൽഡ് ലൈഫ് ഡോക്യുമെന്റ് എന്താ ചെയ്യുക, ഡോക്യുമെന്റ് ഫോട്ടോഗ്രാഫി. അതായത് കാട്ടു പോയിട്ട് കാടിന് നമ്മളായിരിക്കും മുന്നിലേക്ക്, കാടല്ല. ഞാൻ അവിടെ പോയിട്ട് സിംഹത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു, എന്റെ ബാക്കിൽ ക്യാമറ വരുവാണ്, എന്നിട്ട് ഞാൻ ഈ സാധനമൊക്കെ പകർത്തിയിട്ട് ഞാൻ ആളാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറി നിന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ പ്രകൃതി കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതിന് മുമ്പിലേക്ക് കയറി എന്നിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. വൈൽഡ് ലൈഫ് ഡോക്യുമെന്റ് മൊത്തം സാധനം മൊത്തം ഇതുവരെ ഇല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിന്റെ എഴുത്തുകളിലും അങ്ങനെ തന്നെ, അനുഭവ എഴുത്തുകളിലും അങ്ങനെ വരുന്നുണ്ട്. അതെ, ഞാൻ കഴിച്ചിട്ടേ ബാക്കിയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ വെട്ടിപ്പിടിച്ച പേര് ഞാൻ പറയുന്നില്ല, പ്രശസ്തനായ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. അയ്യോ അല്ല, അങ്ങനെ ഞാൻ പറയുന്ന പേര് പറയുന്നില്ല, അദ്ദേഹം തന്നെ എഴുതുന്ന ഞാൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അത് അങ്ങനെ. അത് ഒരു വെസ്റ്റേൺ, ഈ ഞാന്റെ അപ്പുറം ജീവികളുണ്ടല്ലോ. ഞാനേ ഉള്ളൂ, ഞാൻ കാണുന്നത് നിങ്ങൾ കാണും. ഞാനാണ് ഫസ്റ്റ് പ്രൈം പോയിന്റ്. ബാക്കി നിങ്ങളൊക്കെ കാണുന്നത് ഞാൻ കണ്ട് പിടിച്ച സാധനങ്ങൾ മാത്രം നിങ്ങൾ കാണും. ഇതാണ് ഈ ഞാൻ ഉണ്ടാക്കിയത്. അതൊരു വെസ്റ്റേൺ സ്റ്റൈലാണ്. ശരിക്കും പ്രകൃതിയാണ് നമ്മൾ മാറി കാണുക. അതിപ്പോ ഈ എഴുത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്നൊരു സംഭവത്തിലേക്ക് എപ്പോഴും കവിത, നോവൽ. ഞാൻ ഇതിൽ 2 ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ വൈൽഡ് ലൈഫ് ചെയ്യുന്ന സമയത്ത് കാടല്ല വൈൽഡ് ലൈഫ്, കാടിന് പുറത്തൊരു വൈൽഡ് ലൈഫ് ഉണ്ട്.
രണ്ടാമത് ഞാനല്ല, ഉം. പ്രകൃതിയാണ്. ഉം. ഇപ്പോൾ ഒരു ഡോക്യുമെന്ററിയിലും ഞാൻ ഉണ്ടാവാൻ പാടില്ല. ഉം. നമ്മൾ കാണുന്ന കാഴ്ച അത് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കിയ ഒരു വിസ്മയം മാത്രമാണ്. ഉം. അല്ലാണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ സാധനം എന്നല്ല. അല്ലല്ല. ഈ പ്രകൃതി താനെ ഉണ്ടാവുന്നതാണല്ലോ. ആ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഡോക്യുമെന്ററിക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ്. അതായത് ഒന്ന്, കാട് മാത്രമല്ല പ്രകൃതി. ഉം. ഉം. രണ്ട്, ഞാനില്ല അതിൽ. ഈ രണ്ട് സാധനമാണ് ഈ ഡോക്യുമെന്ററിയിൽ ഇതുവരെ ഉണ്ടായ വൈൽഡ് ലൈഫ് ഡോക്യുമെന്ററിയിൽ നിന്ന് ഞാൻ മാറി നടക്കാൻ ശ്രമിച്ചത്. പിന്നെ പ്രത്യേകമായി പറഞ്ഞ ഈ ബിഹൈൻഡ് മിസ്റ്റിനെ കുറിച്ചാണ്. അത് മൂന്നാറിനെ കുറിച്ചാണ്. നമ്മുടെ അടുത്തുള്ള അടിമാലിക്ക് അടുത്തുള്ള മൂന്നാർ എന്ന് പറഞ്ഞാൽ തേയില തോട്ടം തൊഴിലാളികളുടെ ആ തോട്ടം തൊഴിലാളികളാകട്ടെ തമിഴ്നാട്ടിൽ നിന്ന് പണ്ട് കൊണ്ടുവന്ന ആളുകളും അവിടെ താമസിക്കുന്ന ആളുകളും പാവപ്പെട്ടവരുമായ ആളുകൾ, അവരുടെ വിഷയങ്ങളും ആ ഡോക്യുമെൻ്ററിൽ സൂക്ഷ്മമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അതിലൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായത്, എല്ലാ ഷൂട്ടിലും ഈ ജീവികളെ സാന്നിധ്യം ഉണ്ടാവും. എങ്ങനെയാണ് ആ ഡോക്യുമെന്ററിയുടെ പിറവിയിലേക്ക് വന്നത്? അതായത് ഞാൻ അടിമാലിയിലേക്ക് വരുന്നത് പയ്യന്നൂരിൽ നിന്ന് LIC ഓഫീസറായിട്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് അടിമാലിയിലേക്ക് വരുന്നത്. അപ്പോൾ അടിമാലിയിൽ ഞാൻ വന്ന സമയത്ത് ഓഫീസിന് താഴെയാണല്ലോ കാർ പോർച്ചിൽ കുറേ കസേലകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. 100 കസേലകൾ ഇവിടെ അടിമാലില്ല. ആ സമയത്ത് ഇത് ഞാൻ 2009 വന്നത്. കുറേ കസേലകൾ കാർ പോർച്ചിൽ കണ്ടു. ഞാൻ വെച്ചാൽ കാർ പോർച്ചിൽ എന്താണ് ഇപ്പൊ കസേല ഇടുന്നത്? ഞാൻ അവിടുത്തെ വാച്ച്മാനോട് ചോദിച്ചു, എന്താണ് എൻ്റെ കാര്യം? അപ്പൊ അയാൾ പറഞ്ഞ കാര്യം എന്താണെങ്കിലും മൂന്നാറിൽ നിന്ന് 19 പേര് ഒന്നിച്ച് ലോൺ എടുക്കാൻ പറ്റും. അവര് മേലത്തെ സീറ്റിലൊന്നും ഇരിക്കൂല. അവരിങ്ങനെ കുമ്പിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അവർക്ക് ഇരിക്കാനല്ല, അവർ മേലെ എന്താ ഇരിക്കൂല. അപ്പൊ അവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണ്ടേ. അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമാണ് ഇത്. അതായത് അടിമ ജീവിതം കേരളത്തിൽ ബാക്കിയുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചത് മൂന്നാറാണ്. അതൊന്നും ഞാൻ പിന്നെയും ഞാൻ പോയത് നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരു പ്രകൃതി ഒരു വൈൽഡ് ലൈഫ് എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ മൂന്നാറിലെ കാടുകളേക്ക് തന്നെ ആദ്യം പോയത്. പിന്നെ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ഇവോൾവ് ചെയ്യാണ്, അത് ഉണ്ടായിത്തീരുകയാണ്. അപ്പോൾ ഞാൻ കാട്ടിൽ പോയി, മുതുവന്മാരടുത്ത് പോയി. അതിനുശേഷം ഞാൻ എത്തിച്ചേർന്നത് ഞാൻ പണ്ട് കണ്ട ആ കസേലിൽ ഇരുന്ന മനുഷ്യരുടെ ലയങ്ങളിലേക്കാണ്. അവരുടെ ജീവിതം ആവർത്തിച്ച് കാണിക്കുന്നുണ്ട്. ആ ജീവിതമാണ് പറയേണ്ടത് എന്ന് മൂന്നാറിൽ ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ കഥയാണ് പറയേണ്ടത്. അതാണ് മറ്റൊന്നുമല്ല. അതേ സമയത്ത് തന്നെ നിങ്ങൾ ഉണ്ടാക്കി ഇത്രയും മനോഹരമായ പ്രകൃതിയാണ് മൂന്നാറിൽ. പക്ഷേ ബിഹൈൻഡ് ദ മിസ്റ്റ്, ഈ മഞ്ഞിന് പുറകെ ഒരു ലോകം ഇവിടെയുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പ്രത്യേകിച്ച് മൂന്നാറിനെ അടയാളപ്പെടുത്തുന്നതിന് ഈ സൗന്ദര്യം, വിനോദസഞ്ചാരം എല്ലാം കൂടിയിട്ടാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ആളുകളുടെ ദുരിതങ്ങളും കഷ്ടതകളും പുറത്തേക്ക് എത്തുന്നില്ല. അത് ശരിക്ക് ബിഹൈൻഡ് മിസ്റ്റിലൂടെ കർട്ടന് പുറത്താണ്. അങ്ങനെ മൂന്നാറിനെ കുറിച്ച് വേറെ ആരും അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം തന്നെ, ഞാൻ ഒരു ട്രേഡ് യൂണിയൻ ഇന്റർവ്യൂ ചെയ്തില്ല. ഇല്ല ഒരാളെ ഞാൻ ചെയ്തില്ല. എല്ലാം ആളുകൾ തന്നെ. അവരുടെ സംസാരത്തിലൂടെ അത് കമന്ററി ഇല്ലേ? നരേഷൻ ഇല്ല. നരേഷൻ ഏകദേശം ഒരു 1 മിനിറ്റിൽ താഴെ ടോട്ടൽ നരേഷൻ ഉള്ളൂ. 45 സെക്കൻഡ് മാത്രമേ ഉണ്ടാവും ടോട്ടൽ നരേഷൻ എടുത്തു കഴിഞ്ഞാൽ. ബാക്കിയൊക്കെ ഇവരുടെ സംസാരത്തിന് ചേർത്ത് പൂരിപ്പിച്ച് ഉണ്ടായ ഡോക്യുമെന്റ്. മറ്റു ഡോക്യുമെന്റുകളിൽ നരേഷൻ ഉണ്ടെങ്കിലും വിഷ്വലിലാണ് പ്രാധാന്യം. ശരിക്കും ചലച്ചിത്ര കലയിൽ തന്നെ ദൃശ്യത്തിനാണ് പ്രാധാന്യം എന്ന് പലരും പറയാറുണ്ട്. പലരുമല്ല, പ്രത്യേകിച്ച് അക്കിര ഖുറോസവയെ പോലെയുള്ള വിഖ്യാത ചലച്ചിത്രകാരന്മാർ പറയുന്നത് നമ്മൾ ഒരു ചലച്ചിത്രത്തിന്റെ പ്രത്യേകത സംഭാഷണമൊന്നുമല്ല, അതിൻ്റെ ആ കാഴ്ചയിലൂടെ എങ്ങനെ ആളുകളുമായിട്ട് സംവദിക്കുന്നു, അത് ഈ ഡോക്യുമെന്ററികളിൽ സാധ്യമാവുന്നുണ്ട്. എങ്ങനെയാണത് സാധ്യമാവുന്നത്? അതായത് നമ്മൾ സാധാരണ ഡോക്യുമെന്ററി ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമറയാണ് റിസർച്ച് ചെയ്യുന്നത്. ഡോക്യുമെന്ററി ഇവോൾവ് ചെയ്യാണ്, അത് ഉണ്ടായി തരികയാണ്. എഴുതിയിട്ട് ഈ കവിത ഉണ്ടായി വരുന്നു, അല്ലെങ്കിൽ ഒരു ചെടി മുളച്ചു വരുന്നു. അതായത് നിങ്ങൾ പേന കൊണ്ട് കവിത എഴുതുന്ന പോലെ നമ്മൾ ക്യാമറ കൊണ്ട് എഴുതുകയാണ്. താനെ ഉണ്ടാവും അങ്ങനെ. അത് ക്യാമറ എഴുതി തരുവാണ്, ഒരു ഇൻഡ്യൂഷൻ പോലെ. അതൊന്നും അങ്ങനെ ഒരു സാങ്കേതിക സംഭവമല്ലോ ഈ ക്യാമറ. അതിന്റെ ഈ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ണുകൊണ്ടാണ് വിഷ്വൽസ് കാണും. പക്ഷെ അതിന്റെ അകത്തേക്ക് ഒന്നും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് വിഷ്വൽസിനെ കാണാൻ പറ്റും. നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ, ഒരു ക്യാമറ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രകൃതി മാജിക് കാണിച്ചു.
അതായത് നമ്മൾ ഈ അതായത് ഇതിന്റെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് കാഴ്ച എന്ന് പറയുന്നത് കണ്ണിന്റെ മാത്രം ഒരു പരിപാടിയല്ല. മനസ്സിന്റെ അതായത് തലച്ചോറിലൂടെ കാതിനൊരു കണ്ണുണ്ട്, ആ. കർണപടത്തിന്റെ കാഴ്ചയുണ്ട്, അതുപോലെ തന്നെ മൂക്കിനൊരു കാഴ്ചയുണ്ട്. പാതിരാത്രിക്കൊക്കെ കാട്ടുമുല്ലയോ അല്ലെങ്കിൽ പാരിജാതമൊക്കെ പൂത്തു കഴിഞ്ഞാൽ കാറ്റിന്റെ കൈപിടിച്ചെത്തുന്ന ഇപ്പൊ അതേ ഒരു സുഗന്ധമാണ്. ഇപ്പൊ മകരാകുമ്പോ ഈ പാലകളൊക്കെ പൊക്കുന്ന സ്ഥലം അത് കാറ്റിന്റെ കൈപിടിച്ചെത്തുന്ന നമ്മുടെ മൂക്കിലേക്ക് തരുന്ന ഒരു സുഗന്ധമാണ്. ആ, അവിടെ പാല പൂത്തിട്ടുണ്ട് നല്ല കാഴ്ച. ആ. ഇതേപോലെ തന്നെ അതായത് നല്ല തണുപ്പല്ലേ ഇന്നലെ? ആരാ പറഞ്ഞത്? തണുപ്പ് നമ്മുടെ അനുഭവിക്കുന്നു. ത്വക്കാണ് പറഞ്ഞത് ഇത് നല്ല തണുപ്പാണ്. അതൊരു കാഴ്ച. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ളൊരു കാഴ്ചയുണ്ട്. അത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പ്രകൃതിയെ നോക്കുന്ന സമയത്ത് അറിവ് ശരിക്കും ഒരു അനുഭൂതിയായിട്ട് നമ്മുടെ ആറാം ഇന്ദ്രിയത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് ലോകത്തിൽ വിഖ്യാതമായ കലാകാരന്മാർക്ക് ഉണ്ടായത്. ഏറ്റവും വലിയ കവിയെ എടുത്താലോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ എടുത്തു കഴിഞ്ഞാലോ തത്വചിന്തകന്മാരെ എടുത്തു കഴിഞ്ഞാലോ ഇവനെന്താണ്? നമ്മൾ ആദ്യത്തെ വേർഡ് വാച്ചർ ആരാണ്? ജീസസ് ക്രൈസ്റ്റ് ആണ്. ക്രൈസ്റ്റ് ആണ് പറഞ്ഞത് ആകാശത്തിലെ പറവകളെ നോക്കൂ എന്ന്. ബുദ്ധന്റെ കഥയിൽ അതേപോലെ ഉണ്ട്. അതായത് ബുദ്ധൻ എന്താ പറഞ്ഞത്? ഞാൻ വിശ്വസാഹിത്യത്തിൽ നിന്ന് പഠിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ പൂമ്പാറ്റയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രകൃതിയെ നോക്കുന്ന സമയത്ത്, അന്വേഷിക്കുന്ന സമയത്ത് അറിവ് ഒരു അനുഭൂതിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തും. അതിന്റെ ഒരു ബഹിസ്ഫുരണമായിട്ടാണ് ശരിക്കും വിശ്വ കലകളൊക്കെ ഉണ്ടാകുന്നത്. ജാപ്പനീസ് ഹൈക്കൂലൊക്കെ പറയുന്നത് തന്നെയാ. ഇതേ ആവർത്തനം ഈ ബുദ്ധന്റെ കഥ പറഞ്ഞ പോലെ ഈ ജീവജാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ് എന്നുള്ള രീതിയിലാണ് ഹൈക്കു കവിതകൾ. ഹൈക്കു കവിതകൾ നല്ല ഉദാഹരണം. അത് അതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം എന്നാണില്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ് അത്. ഈ അവിടെ വരുന്ന പുലി ഞാൻ കണ്ടിട്ട് എന്റെ പിറകിലൊരു ക്യാമറ വെച്ചിട്ട് ഞാൻ അതിനെ ഷൂട്ട് ചെയ്ത് ഞാനാണ് എന്നുള്ള ഞാൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ. അത് വൈൽഡ് ലൈഫ് ഡോക്യുമെന്ററി ഒരു കൊമേഴ്ഷ്യൽ സാധനം. ഈ മൂന്നാറിനെ സംബന്ധിച്ച് അത് എടുക്കാൻ പോകുമ്പോൾ ഈ അവരുടെ കഷ്ടതകൾ, അത് കഴിഞ്ഞ് ഒത്തിരി സമരങ്ങളും വലിയ പേരുകേട്ട സമരങ്ങളൊക്കെ ഉണ്ടായി. സ്ത്രീകളുടെ സമരങ്ങളുണ്ട്, സമരം ഉണ്ടായിരുന്നു. ഈ സമരങ്ങളുണ്ടായി. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും മാറിയിട്ട് ഇല്ല. അങ്ങനെ മാറാൻ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മാറാത്തത്? അത് രാഷ്ട്രീയം എന്നൊക്കെ പറയാം നമുക്ക് എല്ലാത്തിലും. അല്ല, ആസ് എ ഡോക്യുമെന്ററി ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ അവർക്ക് എന്താണ് മൂന്നാറിന്റെ ഉള്ളിൽ ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഉള്ളിലൊരു തീയുണ്ട്, ഈ തീ കത്തും എനിക്കറിയാം. ഇപ്പൊ ഞാൻ 2002 ചെയ്തതെങ്കിൽ റംബ്ലേരുമേ സമയം 2006 ഇതെനക്ക് രീതി കത്തുന്നു. ആ സമയത്താണ് അത് ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞിട്ട് 4 വർഷം കഴിയുമ്പോഴാണ് ഇത് വലിയ ഡോക്യുമെന്ററി ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു. നാഷണൽ അവാർഡ് കിട്ടിയ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. പക്ഷെ എന്നിട്ടും ഇപ്പോഴും അവിടെ അതേ അവസ്ഥ തുടരുകയാണ്. അതായത് അടിമത്വത്തിന് നമുക്കൊക്കെ ഇഷ്ടമാണ്. എന്റെ കാര്യം എന്നറിയോ? കഴിഞ്ഞ ദിവസം പാലക്കാട് ഉണ്ടായ സംഭവം ഇത് തന്നെയല്ലോ. കാരണം എന്ന് പറഞ്ഞല്ലേ, അടിമകളുടെ ഏറ്റവും വലിയ കാര്യം എന്നറിയോ? ഉടമയാവാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അവർ ഉടമയായി കഴിഞ്ഞാൽ അന്ന സംഭവിക്കില്ല. നമ്മള് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മള് അവസാനം നമ്മൾ ഉടമയാവും. നമ്മൾ ഉടമയായി കഴിഞ്ഞാൽ അന്ന് സംഭവിക്കുക നമ്മളെ താഴെ അടിമയുണ്ടാവട്ടെ. എല്ലാ തരത്തിലും എല്ലാ പൊളിറ്റിക്സിന്റെയും, ഇപ്പം പൊളിറ്റിക്സിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ താഴോട്ടേക്ക് നോക്കും, ബ്രാഞ്ച് കമ്മിറ്റി വരെ നോക്കി കഴിഞ്ഞാൽ അവിടുന്ന് പറയുന്ന കാര്യം മാത്രമല്ലേ താഴത്തെ. കലാ സാംസ്കാരിക സംഘടനകളിൽ അങ്ങനെ തന്നെ. അതിന് വേറൊരു തമാശയുണ്ട്. അതായത് ഇപ്പോഴാണ് ഏറ്റവും മോശമായിട്ട് ഇവരൊക്കെ സംസാരിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് സർക്കാരിന്റെ ഭാഗം ചേർന്ന് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് സ്ഥാനം കിട്ടൂ. എതിരഭിപ്രായം എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണം. ഈ ഇന്ത്യ ഇപ്പോൾ ഡോക്യുമെൻ്ററി സിനിമകളുടെ കാലത്ത് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്ററികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യമേ ഞാൻ പറഞ്ഞ ആനന്ദ് പട്വർദ്ധൻ ദേശങ്ങൾ നടന്ന് ഷൂട്ട് ചെയ്ത് 1992 ഇൻസിഡൻറ്റ്, ബാബരി പള്ളി പൊളിക്കുന്നതും മറ്റ് കലാപങ്ങൾ ഒക്കെ അവിടെ ചെന്ന് ലൈവായി പകർത്തി ഇന്ത്യ ഒട്ടാകെ നടന്ന് കാണിച്ച് അതിന്റെ സത്യാവസ്ഥ കാണിച്ച് ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നേരിട്ട് ഞാൻ കണ്ട് സംസാരിക്കാൻ അല്ല, അങ്ങനെ പൊളിറ്റിക്കൽ ഇത് ഡോക്യുമെന്ററികളിലെ ഒരു
ഇപ്പൊ ഈ ആനന്ദ് പട്വർദ്ധൻ പോലെയുള്ള അവരുടെ ഈ ചലച്ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ എങ്ങനെയാണ് ജനം സ്വീകരിക്കുന്നത്? അതങ്ങനെ അതിനെക്കുറിച്ച് ഒരു അനുഭവം പറയാൻ പറ്റുമോ? അത് ഞാനൊക്കെ സിനിമ കാണാൻ തുടങ്ങുന്നത് തന്നെ ഏകദേശം ഒരു സ്കൂൾ കാലത്തിലാണ്. പയ്യന്നൂർ സർക്കാർ ഇതൊരു ഫിക്ഷനും അല്ലല്ലോ, അല്ല, ഒരു അത് യാഥാർത്ഥ്യമായ ലോക സിനിമയാണ്. ചാർലി ചാപ്ലിനായാലും ബൈസിക്കിൾ തിരിച്ചായാലും മറ്റേ എന്താണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അത് പിന്നെ കളിച്ചു പൊട്ടംകിൻ, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഒരു ജീവിതം തുടങ്ങുന്നത്. അതേ സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടുപോകും. ഈ പ്രകൃതിയും സിനിമയും വല്ലാതെ രണ്ട് രീതിയിൽ പൂരിപ്പിച്ച ഒരു യൗവനായിരുന്നു എനിക്കുണ്ടായത്. ഇപ്പൊ ഈ പട്വർദ്ധനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ അത് ഒരു കാലത്തെ റെക്കോർഡ് ചെയ്യണം. ആ ഒരു ബാർബറി പള്ളി പൊളിക്കുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഫിക്ഷൻ അല്ല, ഡോക്യുമെന്ററി ഒരു കാലത്തെ റെക്കോർഡ് ചെയ്യണം. ഈ കാലത്തെ നമ്മൾ പിന്നെ കാണുവാണ്. അത് ഞാൻ ചോദിച്ചു, ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തനമല്ല അദ്ദേഹം നടത്തുന്നത്. അതുപോലെ തന്നെ വേറൊരർത്ഥത്തിൽ അങ്ങെടുത്തുന്നതും ഈ പാരിസ്ഥിതിക സാമൂഹിക ബോധവൽക്കരണത്തിന്റെ ഭാഗം അവാർഡ് എന്ന് പറഞ്ഞാല് മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയാണ് നാഷണൽ അവാർഡ്. കാരണം അതായത് ഞാൻ നാട്ടിലിരിക്കുന്ന സമയത്ത് പ്രകൃതിനെ കുറിച്ച് ഡോക്യുമെന്റ് എടുക്കുന്ന ഒരാള് കാട്ടിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യന്മാരെ കഥയാണ് പറയുന്നത്. അതാണ് ഡോക്യുമെന്ററി ഇവോൾവ് ചെയ്യാണ്, ഉണ്ടായി തരണം. അതിന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഞാൻ ജോയിൻ ചെയ്ത വയനാട്ടിലെ മറ്റേ ഡോക്യുമെന്ററിയുടെയും വയനാട് കാസർഗോഡിലെ മറ്റേ ട്രൈബിന്റെ ഒക്കെ അതും ഇതുപോലെ മനുഷ്യരുടെ കഥകൾ തന്നെയല്ല. അല്ല, ആദ്യത്തെ ഡോക്യുമെന്ററി കാനം കുന്നിന്റെ ഒരു കഥയാണ്. അതിൽ മനുഷ്യന്മാരേ ഇല്ല, അതില് അട്ടയൊക്കെ അതായത് അതിലാകെയുള്ളത് ജീവജാലങ്ങൾ. അതായത് അതിന്റെ ഇത്രേ കാര്യമുള്ളത്. ഒരു മഴയെ കുറിച്ചുള്ള സങ്കല്പമാണ് ഡോക്യുമെന്ററി. മഴ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കടല് കര കാണാൻ വരുന്നതാണ്. പിന്നെ നമ്മൾ വാട്ടർ സൈക്കിൾ കുട്ടികൾ ചെറുപ്പത്തിൽ പഠിക്കാം. ഇത് ജലം ഘനീഭവിച്ച് ബാഷ്പീകരിച്ച് മഴയായി തീരുവാണെന്ന് പറയും. പക്ഷെ ഞാൻ മഴയെ പഠിച്ച അങ്ങനെയല്ല. കടൽ മേഘമായി, മേഘം മഴയായി, മലയായി, മല നീർച്ചാലായി, പുഴയായി, കടലിലെത്തുന്ന വെള്ളത്തിന്റെ ഒരു ഊരു ചുറ്റിലാണ്. വെള്ളനാട്. രണ്ടാമത്തെ ഒരു മഴയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാല് ഈ ജലം എന്ന് പറഞ്ഞ സാധനം ജീവനായി. നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാല് ജലാണ്, നമ്മുടെ രക്തത്തിലുള്ള ജലം ജീവനായി. അതൊന്നും മറ്റൊന്നിന് ആഹാരമായി. ഈ ആഹാര സംഗ്രഹയുള്ള ജലത്തിന്റെ ഒരു സഞ്ചാരമുണ്ട്. ഇപ്പം ഒരു കരിഞ്ഞുണങ്ങിയ പാറപ്പുറത്ത് ഒരു മഴ പെയ്യാണ്. മഴ എത്തുന്ന എവിടെയാണ്? അതിൻ്റെ ഉള്ളിലല്ല, ഒരു തപിക്കുന്ന ഒരു വിത്തിന്റെ ഉള്ളിലേക്കാണ് ഈ മഴ ചിന്തിയത്. വിത്ത് മുളക്കുവാണ്, അത് പച്ചപ്പുണ്ടാവാണ്, അത് പൂക്കുവാണ്. ആ തേൻ കുടിക്കാൻ വേണ്ടി പൂമ്പാറ്റിട്ടാണ്. അപ്പൊ ഈ ജലം ഇവിടെ എത്തുന്നത് പൂമ്പാറ്റിലേക്ക് എത്താണ്. വെറുതെ ഒന്നും പ്ലെയിനായിട്ട് പറഞ്ഞാല് നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം എവിടെ എപ്പോൾ പെയ്ത മഴയായിരിക്കും. എപ്പോൾ പെയ്ത മഴയായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രാത്രി മിക്കവാറും ചപ്പാത്തി ആയിരിക്കും ലയിക്കുക. ചപ്പാത്തി ഇവിടുന്ന് ഗോതമ്പ് ഇവിടുന്ന് പഞ്ചാബിന്നോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ആ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെയ്ത മഴയായിരിക്കും ഈ ഗോതമ്പ്. അതാണ് അതായത് നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം എവിടെ എപ്പോൾ പെയ്ത മഴയായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ തുറന്നിട്ടായിരിക്കും ഒരു ജലസേചനം നടത്തുന്നത്. അപ്പോൾ നമ്മളെ ഏത് അപ്പനപ്പൂപ്പന്മാർ കൊണ്ട മഴയായിരിക്കും നമ്മുടെ രക്തത്തിലൂടെ ഒഴുകുന്നത്. നമ്മൾ അതായത് മഴ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മളെന്താ പറയുക? മഴ കുട മഴ കുടയല്ല, മഴ പനിയല്ല. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പിലൂടെ ഒഴുകുന്ന ചോരയാണ്. അതാണ് ആ ഡോക്യുമെന്ററിയും. അത് അങ്ങനെ ഒരു വായന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കാണുന്ന ഡോക്യുമെന്ററി ആ ഒരു മഴയെ മാത്രം ആസ്പദമാക്കിയിട്ട്, ഒരു മഴ, പിന്നെ മഞ്ഞുകാലം വരുന്നു, പിന്നെ വരണ്ട കാലം ആയിരുന്നു. ഒരു കുന്നിന്റെ ഒരു മഴ മുതൽ അടുത്ത വേനൽ വരെയുള്ള ഒരു ലൈഫാണ് നമ്മൾ കാണണ്ടേ. കുന്ന് വെറും ഒരു ചരൽക്കുന മാത്രമല്ലോ. ഈ ഡോക്യുമെന്ററി ഫിലിംസ് അല്ലാതെ ഈ ഫിക്ഷൻ മോഡൽ അങ്ങനെയുള്ള സിനിമകൾ എന്തെങ്കിലും ചെയ്യാൻ ഒരു ലക്ഷ്യമുണ്ടോ? ഞാനൊന്നും ചെയ്ത് പെട്ടിയിലുണ്ട്, ആയിട്ടില്ല. ചെയ്തിട്ടുണ്ട്. ഒരു കടലിനെ കുറിച്ച് അതിനടുത്ത് ഞാനിപ്പം കാടിനെ കുറിച്ച് ചെയ്യുന്ന സമയത്ത് മറ്റേ ബിഹൈൻഡ് ദ മിസ്റ്റ് ചെയ്തു.
മനുഷ്യരെ കുറിച്ചാണ്. ഇടനാടൻ കുന്നിനെ കുറിച്ച് ചെയ്തു, നീർത്തടങ്ങളെ കുറിച്ച് ചെയ്തു, വയലിനെ കുറിച്ച് ചെയ്തു, പിന്നെ നീർത്തടങ്ങളെ. അതായത് മദർ വീട് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്, അത് വെറ്റ്ലാൻഡ്സിനെ കുറിച്ചാണ്. അതായത് അതൊരു ഒരു വെറ്റ്ലാൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. അതായത് ജനിതക ഓർമ്മയായിട്ടാണ്, ജനറ്റിക് മെമ്മറി ആയിട്ടാണ് എല്ലാ വർഷവും ഒരേ സ്ഥലത്തേക്ക് 10,000 പക്ഷികൾ പറന്നു പല രാജ്യങ്ങളിൽ നിന്നായിട്ട്. ഒരു ആഗോള സൗഹൃദമാണ് വെറ്റ്ലാൻഡ്സ് നടക്കുന്നത് പക്ഷികളിലൂടെ. അതിവിടെ അടുത്ത് തട്ടേക്കാട് അടക്കമുള്ള ഇത് നമ്മുടെ ബേർഡ് സാങ്ച്വറി ഒന്നും നോക്കണ്ട. അല്ല, ബേർഡ് സാങ്ച്വറി അല്ല, അവിടെ നമ്മുടെ സാധാരണ ബേർഡ് സാങ്ച്വറി പിന്നീട് ആയതല്ലോ. അതിനുമ്പ് ഞാനിത് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല്, സാധാരണ നമ്മുടെ ഒരു വയൽ, സാധാരണ നമ്മുടെ വെള്ളക്കെട്ട് ഉള്ള ഒരു പക്ഷിയുടെ ഒരു മഹാലോകമാണ് ഞാൻ ഇതിൽ മദർ ബേർഡിൽ. അതിപ്പോ ഈ കുമരകത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ബേർഡ് സാങ്ച്വറി ആകുന്നതിന് മുമ്പ് തന്നെ ദേശാടക പക്ഷികളിൽ ഇഷ്ടം വരുന്ന ഒരു കേന്ദ്രമായിരുന്നു. ഇപ്പോഴൊക്കെ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഇതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും, അതിലൊത്തിരി വിഷയങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ ഇടുക്കിയെ സംബന്ധിച്ച് വെറ്റ്ലാൻഡ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയാം. എന്തുകൊണ്ടാണ് മാറുന്നത്? നമുക്ക് ചളി ഇഷ്ടമല്ലോ. ചളി ഇഷ്ടമല്ല. ചളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട് തണ്ണീർത്തടങ്ങളൊക്കെ നമ്മള് ചോറുണ്ടല്ലോ, ചോറ് എവിടെ നിന്ന്, നെല്ല് ഇവിടെ ചെളിയിലെ ചളി നമുക്ക് ഇഷ്ടമല്ല. അത് നല്ല നല്ല സുഭിക്ഷമായിട്ട് നമ്മൾ ചോറുണ്ടും. ഈ ഒരു വൈരുദ്ധ്യമാണ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഇതിനെ കുറിച്ചിട്ടുള്ള ഹൈജീനെ കുറിച്ചിട്ട് നമ്മുടെ സങ്കല്പം. ഈ ചെളിയുള്ള തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലാതാവുന്നത് വലിയ വിഷയമല്ല. അതല്ല വെള്ളത്തിന്റെ വെറ്റ്ലാൻഡ്സ് പറഞ്ഞാല് നമ്മുടെ പരിസ്ഥിതിയിൽ ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു കാട് ചെയ്യുന്ന പാരിസ്ഥിതിക പ്രശ്നത്തിന് ഉൽപ്പന്നത്തിനെക്കാട്ടി ഒരു വെറ്റ്ലാൻഡ്സ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. ഇതെന്താ നമ്മള് വേസ്റ്റ് കൊണ്ടിടേണ്ട സ്ഥലമാണ്. മനസ്സിലായോ? എറണാകുളം അടക്കമുള്ള നഗരങ്ങളിൽ നമുക്ക് കാണാമല്ലോ. നമ്മുടെ നഗരങ്ങളിലും വെറ്റ്ലാൻഡ്സ് ആയിരുന്നു. അതെ, എറണാകുളം പഴയ നെൽപ്പാടങ്ങളായിരുന്നു, കായലിനോട് ചേർന്നുള്ള നെൽപ്പാടങ്ങളും. ഇപ്പൊ ഇടുക്കിയെ സംബന്ധിച്ച് ഞാൻ പറയാൻ വന്ന ഇടുക്കിയെ സംബന്ധിച്ച്, ഇടുക്കിയിൽ ഇങ്ങനെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒത്തിരി നിലവിലുള്ള സ്ഥലമാണെന്ന് പറയുന്നു. അതേസമയം ഇവിടെയുള്ള ആ വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം ഈ സാധാരണ കുടിയേറ്റക്കാര്, വൻകിട കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാര്, പണ്ട് കുടിയേറി ഈ ഇടുക്കിക്കാരങ്ങനെ ഒരു പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പുറത്തുള്ള ആളുകൾ ശരിക്കും അങ്ങനെയല്ല. കാരണം പറഞ്ഞാല് ഇപ്പം നമ്മളിപ്പോ എടുക്കണം, ഈ മൂന്നാറിലെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാല് ഭൂമിയുടെ അവകാശികൾ ശരിക്കും ട്രൈബ്സ് ആണ്. അവരടിച്ചു ഒതുക്കി മലേന്റെ മുകളിലേക്ക് പറഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ ഇവര് തീരത്തൊട്ടുണ്ടാക്കിയത്. എന്നിട്ട് എന്ത് ചെയ്തു? തമിഴ്നാട്ടിൽ നിന്ന് എന്ത് ചെയ്തു? അടിമ ജീവിതം അവിടെ അടിമ ജീവിതം നയിക്കുന്നത്. അവരിവിടുന്ന് തേയില ആട്ടിക്കഴിഞ്ഞാൽ പൈസ കിളുന്ത് വീടുന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്നു, കങ്കാണി വരെ കൊണ്ടുവന്നിട്ടാണ് അവരുണ്ടാക്കിയത്. ഇതിന്റെ അടിയിൽ മറ്റൊരു സംഭവം, അതായത് ജീവിക്കാൻ വഴിയില്ലാത്ത ആൾക്കാർ, ഭൂമി ഇല്ലാത്ത ആൾക്കാർ, നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുടിയേറ്റക്കാരായിട്ട് ഈ ലാൻഡിലേക്ക് വന്നു. അവര് പ്രകൃതിയുടെ എതിരൊന്നല്ല. അവര് ഈ മഞ്ഞും ഈ മഴയും ഇതൊക്കെ താണ്ടിയിട്ട് ഇതേപോലത്തെ, അതായത് ഈ മൂന്നാറിലെ തേയിലത്തോട്ടപ്പണിക്കാർ അതേ അവസ്ഥയിൽ ജീവിച്ച് വളർന്നവരാണ്. അവർ പ്രകൃതിക്ക് എതിരൊന്നല്ല. പിന്നെ രണ്ടാമത് ഒരാൾക്കാരുണ്ട്, പൊളിറ്റിക്സ് ആണ്, കയ്യേറ്റം. അവരെ കയ്യേറ്റക്കാരെന്ന് പറയാം. അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവരെന്താ പറയുന്നത്? ഇത്രയും കാലമായിട്ട് ജീവിച്ച മനുഷ്യന്മാർക്ക് ഭൂമി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവങ്ങൾ ശരിക്കും പറഞ്ഞാല് അവര് ഇതിനോട് അടങ്ങി ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ശരിക്കും അവർക്ക് വൈൽഡ് ലൈഫായിട്ട് ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. ആർക്കാ കോൺഫ്ലിക്റ്റ്? ഈ വനം വകുപ്പ് തന്നെ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ വനം വകുപ്പിൽ എത്ര ആൾക്കാർക്ക് പ്രകൃതിനെ അറിയാം? അത് ചോദ്യമല്ലേ? നല്ല ചോദ്യം. പ്രകൃതിനെ മനസ്സിൽ കൊണ്ട് കിടക്കുന്ന പണ്ടൊരു ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മള് എവിടെയാണ് അയാൾ പറഞ്ഞു വാക്ക് പറയാം, ഭയങ്കര തമാശയാണ്. പരിസ്ഥിതിക്കാരുടെ തലയിൽ 2 കുട കള്ളും ഫോറസ്റ്റുകാരുടെ തലയിൽ 2 കുട മൂറ് വയ്ക്കട്ടെ, സമയം കഴിയും. മൂന്നാറിലുണ്ടായിരുന്ന മറ്റേ രാജമലയോട് ചേർന്ന് വൈൽഡ് ലൈഫ് റിസർച്ചിന് പ്രവർത്തിച്ച ഫോറസ്റ്റ് വിങ്ങിലെ ഒരു ഉദ്യോഗസ്ഥനെ എന്നോട് പറഞ്ഞത് ഇതേ സാധനം തന്നെ. അദ്ദേഹം ഇവിടുന്ന് ജീവനം കൊണ്ട് ഓടി തിരുവനന്തപുരത്ത് ഇപ്പൊ ട്രെയിനിങ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുക. ഇതാണ്, അതായത്
ശരിക്കും ഈ പ്രകൃതി എന്ന് പറയുന്നത് ആ, ഒരു കാൽപ്പനിക ലോകമൊന്നുമല്ല. അല്ലല്ല, ഇത് നമ്മൾ മണ്ണിൽ ചവിട്ടി ജീവിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളോടൊപ്പം ഉള്ള ഒരു സാധനം, മനുഷ്യനും അതിന്റെ ഒപ്പമുള്ള. അതിന്റെ ഒപ്പമുള്ള സാധനം. അങ്ങനെ പ്രകൃതിയെ മനസ്സിലാക്കണം. അല്ലാതെ പ്രകൃതിയുടെ കാൽപ്പനികമായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഒരു പ്രകൃതി വിരുദ്ധരാണ്. കാരണം ഇവരുടെ ഡയലോഗ് കാര്യം കൊടുക്കുക. ഈ പ്രകൃതിക്കെതിരായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഇവരെ അല്ല, അതാണ് ഇപ്പൊ ഇവിടെ പലപ്പോഴും ഇപ്പൊ ഞാൻ പറയാം അരിക്കൊമ്പന്റെ വിഷയമായാലും മറ്റു വിഷയങ്ങൾ വരുമ്പോൾ ഇടുക്കിക്ക് പുറത്തുള്ളവര് ഇടുക്കി അടയാളപ്പെടുത്തുന്ന അങ്ങനെ രീതിയിലാണ്. ഞാൻ ഇവിടെ 3 വർഷം ഉണ്ടായിരുന്നല്ലോ. എങ്കിലും അറിയാലോ, എനിക്ക് ഇതിന്റെ പൾസ് അറിയാലോ, എന്താണ് ലോകം, എന്താണ് ഇപ്പൊ അല്ല. അല്ലെങ്കിൽ തന്നെ കാസർഗോഡ് ജനിച്ചു വളർന്ന സ്ഥലത്തിനും ഏറെക്കുറെ കാടുമായിട്ട് പശ്ചാത്തലമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമല്ലോ. അല്ല, ഞാനൊരു സമതലത്തിൽ ജീവിച്ചാണ്. അല്ല, സമതലായാലും കാട്ടടുത്ത ജീവികളും പഴയ കാലം മുതൽ തന്നെ കാട്ടുപോകുന്നതാണ്. അതാ ഞാൻ ചോദിച്ചത്, ആ അനുഭവങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്രത്യേകിച്ച് ഇടുക്കി വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷം കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് മറ്റു രാജ്യങ്ങളിൽ ഇപ്പൊ ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ അല്ല, മറ്റു രാജ്യങ്ങൾ നമ്മുടെ തമ്മിൽ ഒരു പ്രശ്നം എന്ന് പറയാ, നമ്മുടെ എൻവയോൺമെന്റ് അവയർനെസ് അല്ല മറ്റു രാജ്യങ്ങളിൽ. നമ്മുടെ എൻവയോൺമെന്റ് ഗംഭീര അവയർനെസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സിരകളിലോടുന്ന രക്തം ഇവിടെ എപ്പോഴും പെയ്ത മഴയായിരിക്കും എന്ന് ആലോചിക്കുന്ന ഒരു വൈൽഡ് ലൈഫ്, ഒരു പ്രകൃതി ബോധമുള്ള ആൾക്കാരായിരുന്നു നമ്മള്. പക്ഷെ ഈ ബോധത്തിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ പുറത്തുപോയി. അതുകൊണ്ടാണ് നമ്മൾ ജൂൺ 5-ന് മരം നടന്ന ജൂൺ 5-ന് മരം നടും, അടുത്ത ജൂൺ 5-ന് അതേ കുഴിയിൽ വീണ്ടും മരം നടും. ഇതാണ് ഇപ്പോഴത്തെ അല്ല, ഈ ജൂൺ 5-ന് ഒരു കുഴി ഒഴിച്ചിട്ട് പറന്നിട്ട് വിചാരിക്കും, അടുത്ത ജൂൺ 5-ന് ഇതേ കുഴിയിൽ തന്നെ വേറെ മരുന്ന്. അല്ലാണ്ട് അടുത്ത ജൂൺ 5 വരെ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഈ മരം എത്ര വാഴുന്നു, അല്ല അടുത്ത ജൂൺ 5 വരെ ഇത് എത്ര പോരും. ഇപ്പൊ ഈ നട്ട മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേരളം മൊത്തം കാടായനെ. അതിന്റെ തമാശ ഈ പറഞ്ഞ പോലെയാണ്. ഇവരെവിടെയോ മരുന്നുണ്ടോ അറിയുമോ? അത് വേറൊരു തമാശയാണ്. മരം എവിടെയാ വളരുക? ഇപ്പൊ കുന്നിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലത്ത് നല്ല കാറ്റടിക്കും, പുൽമേടായി സ്വാഭാവികമായിട്ടും. ഈ പുൽമേടിൽ കുഴിച്ചിട്ട് മരം നട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാരണം അത് പുൽമേടായ കാരണം മലം പള്ളിയിലെ മരം വരൂ, കാറ്റേൽക്കാത്ത 2 മല ചേർന്ന് ഷോല ഫോറസ്റ്റിലെ ഈ ഷോല ഫോറസ്റ്റ് പറഞ്ഞാൽ മറ്റ് കുഞ്ഞു മരങ്ങളാ. അതന്നെ, എന്തുകൊണ്ടാണ്? കാറ്റടിക്കുന്നതുകൊണ്ടാണ്. മറ്റൊരു മരം വളരാത്തതുകൊണ്ടാണ്, അത് പുൽമേടായതുകൊണ്ടാണ്. ഈ പുൽമേടില് കുഴി കുത്തിയിട്ട് മരം നട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അത് ഈ സിനിമയിലൊക്കെ ഇപ്പൊ സമകാലിക മലയാള സിനിമ പല മാറ്റങ്ങൾ ഇടയ്ക്ക് വന്ന ഒത്തിരി ഈ സ്റ്റാർഡം എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ മാറിയിട്ട് സാധാ മലയാള സിനിമകളിൽ സാധാരണക്കാരുടെ സിനിമയാവാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പോ പുതിയ ചെറിയ പിള്ളേരെ കുട്ടികൾ കൊണ്ടുവരുന്ന സിനിമ, യുവാക്കളുടെ സിനിമകളിൽ സിനിമ ഇപ്പൊ പുതിയ മമ്മൂട്ടി പോലെ വലിയ നടൻ വില്ലനാകുന്നു. അങ്ങനെയുള്ള പുതിയ പരീക്ഷണങ്ങൾ വരുന്നു. അത് എങ്ങനെ കാണുന്നു? അങ്ങനെയുള്ള ഒരു അതായത് ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പുതിയ കുട്ടികളെ അപേക്ഷിച്ചിട്ട് നമ്മൾ കുരങ്ങന്മാരാണ്. കാരണം അവർ നമ്മളെക്കാട്ടും പരിണമിച്ചിട്ട് ആൾക്കാരാണ്. നമ്മൾ കുരങ്ങുന്ന മനുഷ്യരായെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുരങ്ങന്മാരാണ്. ഈ ബോധം നമ്മൾക്കില്ലാത്തതാണ്. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഇവരെ, അതായത് നമ്മളെക്കാട്ടിയും കൂടുതൽ മനുഷ്യരായ ആൾക്കാർ, നമ്മളെക്കാട്ടിയും കൂടുതൽ പരിണമിച്ച ആൾക്കാരെയാണ് അല്ല നമ്മൾ പഠിപ്പിക്കാൻ നോക്കുന്നത്. ഈ കൺഫ്യൂഷനായി ഇവിടെ ഉള്ളൂ. കുട്ടികൾക്ക് നല്ല ബോധമുണ്ട്, അവർക്ക് അറിയുകയും ചെയ്യും, സിനിമയൊക്കെ ഉണ്ടാവുകയും ചെയ്യും, അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു കാലത്തുണ്ടായിരുന്ന ഇപ്പൊ ഈ ആദ്യകാലത്ത് ഈ കലാസിനിമകൾ എന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യരെ വല്ലാതെ ബോറടിപ്പിക്കുന്ന അതിൽ നിന്നൊക്കെ മാറിയിട്ട് വരുന്ന ഈ വിദേശത്തിന്റെ ബൈസിക്കിൾ തീവ്സ് ഉണ്ടാവട്ടും ബോറടിപ്പിക്കില്ല. ബൈസിക്കിൾ തീവ്സ് മീൻസ് അത് നമ്മൾ മലയാളത്തിലെ ബൈസിക്കിൾ തീവ്സ് ഉള്ള സിനിമ ഉണ്ടായപ്പോഴാണ് 2000 ഒറ്റയ്ക്കാണ് അതേപോലത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ബൈസിക്കിൾ തീവ്സിൽ എന്ത് മനോഹര ആ സിനിമ ആരെയും ബോറടിപ്പിക്കുന്നില്ല. അല്ല, ബോറടിപ്പിക്കുക മാത്രല്ല, അതെന്താ ചെയ്യുന്നത്? ബൈസിക്കിൾ തീവ്സിന്റെ ഗുണം എന്താ അറിയാം? സിനിമ പശ്ചാത്തലമാണ്, സിനിമ കഥയല്ല. ഈ കഥ എന്താണ്? ഈ അച്ഛനും മോനും ഈ സൈക്കിൾ അന്വേഷിച്ച് നടക്കുന്ന യാത്രയാണ് സിനിമ. അതായത് ഒരു പശ്ചാത്തലം, മോഷണം പോയ സൈക്കിളിന് വേണ്ടിയുള്ള യാത്ര, ആ വിഷ്വലാണ് ആ സിനിമ നടക്കുന്നത്. അത് യുദ്ധാനന്തരം ഉണ്ടാവുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ കാഴ്ചയാണ് ബൈസിക്കിൾ തീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. നമ്മുടെ എന്താണ് സിനിമ ഒരു കഥ. അതില് രാഷ്ട്രീയമുണ്ട്,
യുദ്ധാനന്തര അതായത് പ്രശ്നങ്ങളുണ്ട്, ജോണും യുദ്ധത്തിനെതിരെയുള്ള ജോൺ അബ്രഹാമിന്റെ ഒക്കെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബൈസിക്കിൾ ജ്യൂസാണ്. ആ. അതിന്റെ കാരണം എന്നറിയാം, സിനിമ നടക്കുന്ന അല്ലേ ജോൺ അബ്രഹാം ചെയ്ത രീതി ഭയങ്കര വ്യത്യസ്തം. ബൈസിക്കിൾ തീവ്സ് പോലെ ഒരു യാത്രയായിരുന്നു. പക്ഷെ അത് വേറെ രീതിയിൽ വേറെ രീതിയിൽ ഹരിനാരായണനൊക്കെ അഭിനയിച്ച അതൊരു യാത്രയാണ്. അതായത് ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാല് സിനിമ എന്ന് പറയുന്ന സാധനം അത് നടക്കുന്ന പശ്ചാത്തലം നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ നടക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ രണ്ടാളും ഇങ്ങനെ സംസാരിക്കില്ല. നമ്മൾ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യവും കാരണവും ഉണ്ടാവും. ആ കാര്യവും കാരണവും പറയാതിരിക്കുന്നത് അതിനെ എന്ത് ഇത് മാത്രമായിട്ട് മാറും. മനസ്സിലായോ? ശരിക്കും ഒരു ഫിക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് നടക്കുന്ന സ്ഥലവും നടക്കുന്ന സംഭവവും അതിന്റെ പശ്ചാത്തലം മുളക്കുമ്പോൾ മാത്രമേ അതൊരു ഗാംഭീര്യമുണ്ട്. ബൈസിക്കിൾ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. അതുപോലെ ചിൽഡ്രൻ ഓഫ് ഹെവൻ, അതിനുശേഷം ഉണ്ടായ ഒത്തിരി സിനിമകള് അങ്ങനെ വലിയ നമ്മളൊക്കെ ഇതില്ലേ കുർസുവിയുടെ ഡ്രീംസ് ഒക്കെ ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വല് കൊണ്ട് വിഷ്വലാണ് സിനിമ എന്ന് സ്ഥാപിക്കുക അദ്ദേഹം. ഞാൻ ഒരു കാര്യം പറയാം, അതായത് നമ്മൾ കുറുക്കന്റെ കല്യാണം തൊട്ട് എടുക്കട്ടില്ലേ, ആ കുറുക്കന്റെ കല്യാണമാണ് ആ ഡ്രീംസിലുള്ള ഫസ്റ്റ് സിനിമ. വെയിലും മഴയും കുറുക്കന്റെ കല്യാണം. ഇത് കാണാൻ പാടില്ല, ഇത് കണ്ട കുട്ടിയുടെ സാധനമാണ്. നമ്മൾ ഇവിടെയുള്ള അതേ സാധനമാണത്. ജപ്പാനിൽ നിന്നെടുത്ത സാധനം ഇവിടെയുള്ള നമ്മുടെ ഒരു ബോധാണത്. അതിന് വിഷ്വല് കൊണ്ടാണ് അർമാദിക്കുവാണ്. എന്തൊരു രസമാണത്. നമ്മൾ ഒരുപാട് പണ്ടേ വരുന്ന ഒരു സാധനമാണ് കുറുക്കന്റെ കല്യാണം. പക്ഷെ ഞാൻ ചോദിക്കാൻ ഒന്നും ഇതാണ്, സിനിമ വിഷ്വലാണോ അതോ പിന്നെ സംഭാഷണമാണോ? അതായത് സിനിമ എഴുതുന്നു, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പേന കൊണ്ടാണ് എഴുതുക. സിനിമ എഴുതല് ക്യാമറ കൊണ്ടാണ്. അതാണ് സിനിമ വിഷ്വലല്ലേ. വിഷ്വലാണ്. വിഷ്വൽ കൊണ്ടാണ് സിനിമ എഴുതുക. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, വിഷ്വൽ മാത്രമല്ല സൗണ്ട് ഉണ്ട്. ഒത്തിരി സാങ്കേതിക വിദ്യകൾ. അതായത് നമ്മൾക്ക് ഒരു സ്ഥലത്ത് സംഭവം നടക്കുന്ന സമയത്ത് അപ്പുറത്ത് കുറെ കാക്കകൾ കരയാണെന്ന് വിചാരിച്ചു, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാക്ക കരയുന്ന ഷോട്ട് ഉണ്ട്. നമ്മളൊരു മൃതിനെ ഓർമ്മിക്കും, അല്ലെ, ഒരു മരണത്തിന് ഒരു ഓർമ്മിച്ചു. ഇതാണ് ഈ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന്റെ സൗണ്ടിലൂടെ കൊണ്ടുവരികയാണ് സിനിമ. ശബ്ദവും ദൃശ്യവും. അതായത് നമ്മള് ഇത് പശ്ചാത്തലം നേരത്തെ പറഞ്ഞേ, അതായത് ഈ ബൈസൈക്കിൾ ദിവസത്തിന്റെ കാലത്തൊന്നും ഇതില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ചങ്ങായി ഈ ശബ്ദം വെച്ചിട്ട് വേറൊരു മാജിക് ഉണ്ടാക്കുക. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണ് സിനിമ. അത് ഈ നമ്മള് വെറുതെ കാണുന്ന കാഴ്ച മാത്രമല്ല സിനിമ. നമ്മളൊരു കാഴ്ചക്ക് ഒരു കാരണം ഉണ്ടാവണം. അല്ലാണ്ട് വെറുതെ സൗന്ദര്യം കാണിക്കുന്നതുകൊണ്ട് നല്ല സിനിമയെന്നാവില്ല. എല്ലാ കാഴ്ചക്കും ഒരു കാരണം ഉണ്ടാവണം എങ്കിൽ മാത്രം. അതായത് സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യം, എഡിറ്റിംഗ് ടേബിളിൽ ക്യാമറാമാൻ ഇരുത്താൻ പാടില്ല. കാരണം ക്യാമറാമാൻ എന്താ ചെയ്യുക, അവന്റെ മനോഹരമായ വിഷ്വൽസ് ആയിരിക്കും അവൻ ചേർക്കാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് വേണ്ടുന്നത് അവന്റെ മനോഹരമല്ല, വിഷ്വൽ അല്ല. നമുക്ക് വേണ്ടുന്ന വേറെ തരത്തിലുള്ള വിഷ്വൽ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയും. അത് പല സിനിമയിലും സംഭവിക്കുന്നതാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞതാണ് സംഭാഷണം, അല്ലെ. ഡയലോഗ്സിനും പ്രാധാന്യമൊക്കെ ഉണ്ട്. കാരണം പറഞ്ഞാൽ ഒരു സിനിമയെ പൂരിപ്പിച്ചു പോകുന്നത് ചില സംഭാഷണങ്ങളായി. സിനിമയെ പൂരിപ്പിക്കുക, അതായത് വിഷ്വൽ കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാൻ പറ്റാത്തത് ചില സംഭാഷണങ്ങൾ. ഇപ്പൊ ഞാനൊക്കെ ചെയ്യൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഡോക്യുമെന്ററി ആണ്, സിനിമയല്ല. ഡോക്യുമെന്ററി സിനിമയാണ്. നമ്മൾ സിനിമ എല്ലാ സിനിമയാണ്. അപ്പോൾ സിനിമയെ കുറിച്ച് എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യാനിരിക്കുക. സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴേ നമ്മൾക്ക് ഷോട്ടിന്റെ ജെർക്ക് മനസ്സിലാവും. വിഷ്വലിന്റെ ജെർക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ സൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സൗണ്ട് കുറെ സംഭവത്തിനെ പൂരിപ്പിച്ചു. അപ്പോ നിങ്ങൾ നന്നായിട്ട് സൗണ്ട് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചയുടെ ജെർക്കിനെ നമ്മൾ കാണാതിരിക്കാനുള്ള ഒരു കള്ളത്തരം കൂടെ അവിടെ ചെയ്തു. സിനിമ മൊത്തം കളവാണല്ലോ. അതാ ഞാൻ ചോദിച്ചത്, ഈ സിനിമ ഈ സമ്പ്രദായ രീതിയിൽ നിന്ന് മാറിയിട്ട് പുതിയ രീതിയിൽ ഇപ്പൊ ഡോക്യുമെന്ററി അല്ലാത്ത സിനിമകൾ എടുക്കാൻ ഉദ്ദേശമുണ്ടോ? അതായത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവോൾവ് ചെയ്യാണ്. ചിലപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വർക്ക് പെട്ടിയിലുണ്ട് കടലിനെ കുറിച്ചുള്ള വർക്ക് പെട്ടി. അത് ശരിക്കും ഫിക്ഷൻ ആണ്. അത് കടലാമ എന്ന എന്റെ പേര്. കടലാമ.
ആ അതിലും എങ്കിലും അല്ല മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ പ്രകൃതിയെ സംബന്ധിച്ച ഫിക്ഷനുകൾ. അത് മീൻപിടുത്തക്കാരെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. ആ കടലിന് മത്സ്യമില്ല, പിന്നെ അവരെന്താ ചെയ്യുക? കടലിൽ മീനില്ല. അവിടെ ഒരു പാരിസ്ഥിതിക ഇഷ്യൂ ഉണ്ട് അല്ലെ? മനുഷ്യന്മാരെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായില്ല. കാരണം എന്ന് പറഞ്ഞാല് നിങ്ങൾ കടലിൽ മീൻ പിടിക്കാനുള്ളവർ കൂടെ യാത്ര ചെയ്യണം. അത് ഷൂട്ട് കഴിഞ്ഞാണ് സിനിമ ഷൂട്ട് ചെയ്ത് ഞാനൊരു 10-15 പ്രാവശ്യം ഈ മീൻപിടുത്തക്കാരെ കൂടെ കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് ലീവോട്ടിൽ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ കടൽ എന്ന് പറഞ്ഞാൽ വലിയൊരു മരുഭൂമിയാണ്. നല്ല ചൂടും ഉഷ്ണക്കാറ്റുമാണ്. അവിടെ മണലും ഉഷ്ണക്കാറ്റും, ഇവിടെ താഴെ വെള്ളമാണ്. ഈ ചൂടുന്ന് മീൻ അന്വേഷിച്ചുള്ള ഒരു വേട്ടക്കാരനെ പോലെ ഇവർ അന്വേഷിച്ചു പോവുകയാണ്. നമ്മൾക്കറിയില്ല. നമ്മൾ മീൻ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾക്കിത് അറിയില്ല എന്താണ് കടൽ. ഹെമിംഗ്വേയുടെ പോയിട്ട് കടലിന് നടുക്ക് പോയി എന്നിട്ട് കിഴവനും കടലും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന അന്നേരം അല്ല, ഹെമിംഗ്വേന്റെ ആ വർക്കിനെ കുറിച്ച് വേറെ സിനിമ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം ഇങ്ങനെയാണ് സിനിമയുടെ ഈ പുതിയ ആ സിനിമ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങോ വൈകാതെ? നോക്കാം. മറ്റ് പ്രവർത്തന മേഖല ഇപ്പൊ എന്തൊക്കെയാണ്? അങ്ങനെ ചെറുപ്പം മുതലുള്ള അങ്ങനെ സിനിമയോടുള്ള കമ്പം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കോളേജിൽ പ്രീ ഡിഗ്രി സ്കൂൾ കാലത്തൊക്കെ സർഗ ഫിലിം സൊസൈറ്റി ഫിലിം സൊസൈറ്റി ഉണ്ട് നാട്ടില്. സി വി ബാലകൃഷ്ണനും രാമകൃഷ്ണൻ അവരൊക്കെ ഉണ്ടാക്കിയ ഒരു ഫിലിം സൊസൈറ്റിയാണ്. നോവലിസ്റ്റ് സി വി പി ടി രാമകൃഷ്ണൻ, മറ്റൊരാൾ, ഇവരൊക്കെ കെ രാമേന്ദ്രൻ, അവരൊക്കെയാണ് നമ്മുടെ ഗുരുനാഥന്മാരെന്ന് പറഞ്ഞ ശരിക്കും. ഇവരൊക്കെ ഉണ്ടാക്കിയ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ട്. അവിടെ സ്റ്റുഡന്റ് മെമ്പറായിട്ട് പണ്ട് കാലത്ത് ഞാൻ മധുരാജും ചെറുപ്പം മുതലേയുള്ള ചങ്ങായിമാരും നമ്മൾ സിനിമ കാണാൻ. സിനിമയോട് നമുക്കൊരു കൊതിയുണ്ട്. ആ സമയത്ത് ആകെ പ്രൊജക്ടറിൽ എവിടെയാ 16 പ്രൊജക്ടറിൽ സീക്കല് മാത്രമാണ്. സീക്കല് സിനിമക്ക് നമ്മൾ എങ്ങനെ ചെയ്യല് കറിയാം. അതായത് ആ സമയത്ത് സിനിമ വരണമെങ്കിൽ എങ്ങനെയാണ്, എംബസിയിലേക്ക് എഴുതണം, കനേഡ എംബസിയിലേക്ക് അല്ലെങ്കിൽ USSR എംബസിയിലേക്ക്. അവിടെ എഴുതിയിട്ട് തകരപ്പെട്ടിയിൽ സിനിമ വരും, റീൽസ് വരും. ഇതെന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മൾ പ്രൊജക്ടറിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് ഞാൻ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യാം. കോളേജ് ഞാൻ നെഹ്റു കോളേജിലെ സമയത്ത് ഞാൻ സിനിമ കാണിച്ചിട്ടുണ്ട്, പ്രൊജക്ടർ ഓപ്പറേറ്റ് സിനിമ കാണിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്താ കരുതൽ പറഞ്ഞാല് എന്റെ കൂടെ നമ്മൾ ഒരു സെലോ ടാപ്പൊക്കെ കൊണ്ടുപോകും. എന്താ അറിയാ, സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമ ഓടുന്ന സ്പൂള് തിരിയുന്ന ശബ്ദമാണ് ശരിക്കും കാഴ്ചയുടെ പശ്ചാത്തല ശബ്ദം. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്ന ഈ റോള് മുറിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് വീണ്ടും കെട്ടി സെലോടാപ്പ് കൊണ്ട് ഒട്ടിച്ച് വീണ്ടും തയ്യാറാക്കും. അതായത് ആ കോളേജ് കാലം മുതൽ തന്നെ ഈ പ്രൊജക്ടർ എടുത്ത് പോയിട്ട് സിനിമ കാണിച്ച ഒരു അത് ഭയങ്കര അനുഭവമായിട്ടാണ്. ആ അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനെ അല്ല അന്നേരം നമ്മൾ സിനിമ കാണിക്കുകയുള്ളൂ. പല സ്ഥലത്തും പോയിട്ട് സിനിമ കാണിച്ചു, പല വായനശാലകൾക്ക്, പല സ്ഥലങ്ങളിലൊക്കെ. എങ്കിൽ നമുക്ക് ചുരുക്കാം. അവസാനമായിട്ട് ഒറ്റ ചോദ്യം കൂടി. ഈ ഇന്ത്യൻ ഡോക്യുമെൻ്ററി സിനിമയുടെ സിനിമ എന്ന് തന്നെ പറയാം, ഡോക്യുമെൻ്ററി ഫിക്ഷൻ രണ്ടും ഇതായിട്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നു. ഡോക്യുമെൻ്ററി സിനിമയുടെ ഭാവി എന്താണ്, എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഈ ടെക്നോളജി മാറുന്നു, പഴയ ഫിലിം ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഡോക്യുമെൻ്ററി ടെക്നോളജി ഇതൊന്നും അല്ല പ്രശ്നം, പോലുള്ള പൊളിറ്റിക്സ് ആണ് പ്രശ്നം. പൊളിറ്റിക്സ് സത്യസന്ധമായി ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. അത് വലിയ ഒരു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഡോക്യുമെന്ററി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരു കലാകാരനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അതൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു പ്രദേശത്തിന്റെ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഡോക്യുമെന്ററി ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ജനാധിപത്യ മതേതര ഇന്ത്യയില് അതന്നെ. അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ. താങ്ക് യു.